Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയാവോ? നോൺ വെജ് ആട്ടോ, വെജിറ്റേറിയൻ അല്ല. വെജിറ്റേറിയൻ ഞാൻ പൊതുവേ കുറച്ചാ ചെയ്യുന്നതെന്നുള്ള പരാതിയുണ്ട്. പക്ഷേ എന്നാന്ന് വെച്ചാൽ പിള്ളേർക്കൊക്കെ വെജിറ്റേറിയനോട് ഒരു ഇച്ചിരി എന്നാന്നറിയോ, അത് ഉണ്ടാക്കുന്ന ദിവസങ്ങളൊക്കെ ഒരു ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ കൂടിപ്പോയാൽ ഞാനിവിടെ ഉണ്ടാക്കിയ വെജിറ്റേറിയൻ ഡിഷസ് കൂടുതലും വീട്ടിലുണ്ടാക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് വിഷമിക്കണ്ട, ഞാൻ വെജിറ്റേറിയൻ ഡിഷസ് പഠിച്ചതൊക്കെ ഇനി ഇവിടെ ചെയ്യാം. പക്ഷേ ഇന്ന് എനിക്കൊരു എക്സ്ക്യൂസ് കാര്യം എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. മീൻകറി എന്ന് പറഞ്ഞാൽ ചെട്ടിനാട് റിയോ നമ്മളൊക്കെ എനിക്ക് മീൻകറി എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോറേ വരത്തുള്ളൂ. എന്നാലും വേണ്ടിയല്ല, രുചിയുള്ള സാധനം തന്നെ പറയണ്ടേ. നമ്മൾ വീട്ടിലൊക്കെ മീൻകറി വെച്ചേച്ച് നല്ല ചൂട് ചോറും മീൻകറിയും കൂടെ കഴിക്കുന്ന ഒരു പ്രത്യേക സ്വാദല്ലേ. എന്നാ രുചിയാ. അന്നേരം ആ ടേസ്റ്റ് ഏകദേശമല്ല, അതിനേക്കാട്ടിൽ ഒരു പടി മുന്നേ ഒരു ടേസ്റ്റ് കൂടുതൽ വരുന്നതാണു നമ്മുടെ ചെട്ടിനാട് ഫിഷ് കറി. ഇനി ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കടുക്, പിന്നെ വേണ്ടിയത് ഒരു 3 സവാള എടുത്തോ. 3 സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ അതേ കൂട്ട് തന്നെയാന്നു ടൊമാറ്റോ, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കറിവേപ്പില മസ്റ്റാട്ടോ. പിന്നെ വേണ്ടിയത് കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. എനിക്ക് ഓപ്ഷൻ മുളക് പൊടിയിലില്ല, കാശ്മീരി ഇടുകയുള്ളൂ, അതാ ഏറ്റവും നല്ല. പിന്നെ കുറച്ച് മല്ലിപ്പൊടി. പിന്നെ വേണ്ട എന്നാന്ന് വെച്ചാൽ തേങ്ങ, പച്ച തേങ്ങയായ ഏറ്റവും നല്ലതാ, നല്ല ടേസ്റ്റാ. പിന്നെ വേണ്ടത് കുറച്ച് നമ്മുടെ വാളംപുളിയാ ഇതിനെടുക്കുന്നത്. നമ്മൾ എത്ര മീനാ മേടിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച്. പിന്നെ ഇവിടെ ഞാൻ മേടിച്ചേക്കുന്ന കുറച്ച് നെമ്മീനാ, അത് നമ്മളെ കറി കഷ്ണം പോലെയാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. അതല്ല സാധാ മീനാണെങ്കിൽ അങ്ങനെ മതി, അതൊന്നും ടെൻഷൻ ആക്കണ്ട. മീനിൻ്റെ കാര്യം ഓർത്തൊന്നും വിഷമിക്കരുത്. പക്ഷെ ആ ചെട്ടിനാട് മീൻകറി നല്ല ചൂട് ചെമ്പാവരി ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ഒഴിക്കരുത്. ഈ ചാറ് കൂട്ടി ആ ചൂട് ചോറൊന്ന് എനിക്ക് വയ്യ. പിന്നെ ഇച്ചിരി ഉപ്പ് ഞാനിപ്പം ഭരണിയിലാണ് വെച്ചേക്കുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഉപ്പ് ഭരണിയിലൊക്കെ വെച്ചാൽ ഭയങ്കര ഐശ്വര്യം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ അടുക്കളയിലോട്ടും ഐശ്വര്യം വരണ്ടേ, അതുകൊണ്ട് ഉപ്പ് ഭരണിയിലിരിക്കട്ടെ. ഇനി നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാ. കറി ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേന് എന്നാ ചെയ്യണമെന്നോ, ഒന്നിൽ കൂടുതൽ പാത്രം എടുക്കരുത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു ചട്ടിയിൽ എല്ലാം ചെയ്താൽ മതി. ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ, ഒരു വലിയ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചേക്കുക. എന്നേച്ച് എന്നാ ചെയ്യണം, എണ്ണ ചൂടാവാതെ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അതിനകത്തോട്ട് ഇനി ഇതിനകത്തിടാൻ പോകുന്ന സാധനം എന്നാന്ന് വെച്ചാൽ ഉലുവ വേണം. ഉലുവ ഒത്തിരി ഇടരുത്, ഇതിപ്പോൾ എനിക്ക് പൊടി അല്ലാത്തതുകൊണ്ട് ഞാനൊരു പിഞ്ച് അത്രയൊക്കെ മതിയാവും. ഉലുവ ഇട്ടതിന് ശേഷം കുറച്ച് സവാള, അതായത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആദ്യം ഞാൻ കാണിച്ചില്ലേ ആ സവാളയുടെ സ്ട്രെയിറ്റ് ഹാഫ് എടുക്കുക. ഒത്തിരി സവാള ഇട്ട് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ, ഏത് കറിയായാലും ശരി, ചിക്കൻ ആയാലും മട്ടൺ ആയാലും വെജിറ്റബിൾ ആയാലും ഫിഷ് ആയാൽ പോലും ഒത്തിരി ഉള്ളി ചേർക്കുമ്പോഴത്തേനും നമുക്ക് മധുരിക്കും. അതുകൊണ്ട് എന്നാ ചെയ്യണം, നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതിന് സ്ട്രെയിറ്റ് ഹാഫ് ഉള്ളി ഇടുക, വഴറ്റുക. അതിൻ്റെ കൂടെ 2 കറിവേപ്പില ഇടുക. അത്യാവശ്യമില്ല, എന്നാലും ഇച്ചിരി 2 ഇട്ടോ. അന്നേച്ച് അതേപോലെ തന്നെ ടൊമാറ്റോയും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതിൻ്റെ സ്ട്രെയിറ്റ് ഹാഫ് എടുക്കുക, വഴറ്റുക. ഇതപ്പോൾ അതാ ചെയ്യാൻ പോകുന്നത്. എണ്ണ ചൂടായി വരുന്നേ ഉള്ളൂ. പക്ഷേ കടുകില്ലാത്തതുകൊണ്ട് ഒരു സമാധാനമുണ്ട്, വലിയ പൊട്ടലൊന്നും പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് ഞാനൊരു പിഞ്ച് ഉലുവ ഇടും. ഈ ഉലുവ കടുക് പോലെ പൊട്ടും എന്നുള്ള പ്രതീക്ഷ വേണ്ട, എന്നാലും പൊട്ടും. 2-3 എണ്ണമെങ്കിലും പൊട്ടും. അത് ഇപ്പം ഏകദേശം എനിക്ക് ഇച്ചിരി ഒന്ന് മൂത്താ വരുന്നത്. അതായി കഴിഞ്ഞു. ഇനി അടുത്ത എന്നാ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ നമ്മുടെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയുടെ സ്ട്രെയിറ്റ് ഹാഫ്. സ്ട്രെയിറ്റ് ഹാഫിനകത്തോട്ട് ഇട്ടേച്ച് ഒരു ഇച്ചിരി ഒന്ന് വഴറ്റണം. കുറച്ച് എന്നാന്ന് വെച്ചാൽ എത്രയാണ് വഴറ്റേണ്ടതെന്ന് അറിയാമോ, അത് ഒരുപാട് മൂത്ത് പോകാനൊക്കത്തില്ല. എന്നാന്ന് വെച്ചാൽ ഈ ഒരു ബ്രൗൺ എഫക്റ്റ് അതൊന്നും വരണ്ട. പക്ഷെ എന്നാൽ നമ്മൾ ഇട്ടേക്കുന്ന ഉള്ളി ഒന്ന് വേവണേ, ആ ഒരു മൂപ്പാന്നു ഞാൻ ഉദ്ദേശിച്ചത്.
ഇത് വഴറ്റുന്ന നേരം കൊണ്ട് എന്നാ ചെയ്യണം, നമുക്ക് ടൊമാറ്റോയും എന്തായാലും വഴറ്റണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കിടന്നാലുണ്ടല്ലോ ഒരുമിച്ച് രണ്ടുപേരും കൂടെ വഴന്നോളൂ. അതും ഇതേ കൂട്ട് തന്നെ സ്ട്രെയിറ്റ് ഹാഫ് ഇട്ടേച്ചാൽ മതി. ടൊമാറ്റോ എത്രയാ ഉള്ളി എത്രയാന്ന് ചോദിച്ചാൽ ഉള്ളി ഒരു 2 വലുത്, പിന്നെ ടൊമാറ്റോ ആണെങ്കിലും 2 വലുത്, അത്രയും മാത്രം എടുത്തേച്ചാൽ മതി. ഇനി ഇത് നല്ലതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേന്, അതായത് എന്നാന്ന് വെച്ചാൽ ആ ഉള്ളി ഒന്ന് വഴറ്റണം, പിന്നെ ആണെങ്കിൽ നമ്മുടെ ടൊമാറ്റോയുടെ ഒന്ന് മാഷ് ആവുകയല്ലേ, ആ ഒരു പരുവ, അതായത് അതിൻ്റെ തൊലിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വേവുന്ന പരുവ. എന്നാൽ ഒത്തിരി അങ്ങോട്ട് ആവണ്ട, ഒരു കുറച്ച് അയച്ചാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഇതിനകത്ത് ഇഞ്ചിയില്ല കേട്ടോ, വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. ഒരു ഫുൾ ടീസ്പൂൺ ചേർക്കും. ഇനി എന്നാ ചെയ്യേണ്ടത്, നമ്മുടെ വെളുത്തുള്ളിയും ടൊമാറ്റോയും സവാളയുടെയും നല്ലതായിട്ടൊന്ന് വഴന്ന ശേഷം മാത്രമേ നമുക്ക് പൊടി ഇടാൻ ഒക്കത്തുള്ളൂ. കാര്യം എന്നാന്നോ, അല്ലെങ്കിൽ ഒരു പച്ചച്ചോവ് വരികയല്ലേ, അത് വേണ്ട, ഒരു റോ ടേസ്റ്റാണ് വരുന്നത്. പിന്നെ എണ്ണ എത്രയായാലും നമ്മൾ മീൻകറി വെക്കുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അന്നേരം അവർക്ക് ഈ പറഞ്ഞോട്ട് വെജിറ്റബിൾ ഓയിൽ ഏതായാലും മതി. പക്ഷേ എന്നാലും ടേസ്റ്റ് വെളിച്ചെണ്ണയിലാട്ടോ. ഇത് മൂന്നും കൂടെ നമ്മൾ വഴറ്റാനിടുമ്പോഴത്തേനുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ, വെളുത്തുള്ളിയുടെയും വെളുത്തുള്ളിയുടെ ഒരു ചുവയില്ലേ, അതൊന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ആണെങ്കിൽ ടൊമാറ്റോ ആണെങ്കിൽ ഇച്ചിരി വെന്ത് കിട്ടും. പിന്നെ നമ്മുടെ ഉള്ളി ആണെങ്കിൽ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി ഒന്ന് വേവുന്ന പരുവല്ലേ, അതായിക്കോളും. എപ്പോഴും നമ്മൾ മീൻകറി ആണെങ്കിലും ഇറച്ചിക്കറി ആണെങ്കിലും ഒക്കെ വയ്ക്കുവാന്നേലും ഉണ്ടല്ലോ, ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി ഒരു വഴറ്റുന്നതിന് ഒരു ക്ഷമയില്ലെന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ പിന്നെ മീന് ചേർക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആ ഒരു കംപ്ലീറ്റ്ലി ആ ഫ്ലേവർ വരുവേല. അപ്പോൾ ഇച്ചിരി ഒരു ക്ഷമ കൊടുക്കുന്നത് നല്ലതാണ്. എനിക്കിനി കുറച്ചുകൂടെ ഒന്ന് മൂത്തേച്ചാൽ മതി. പൊടി ഇട്ട് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ പിന്നെ നമ്മുടെ ആ വാട്ടറി കണ്ടൻറ്റ്, അതായത് ആ ടൊമാറ്റോയിലുള്ള വാട്ടർ കണ്ടൻറ്റ് മുഴുവനും നമ്മുടെ പൊടിയേൽ പിടിക്കുവേ. അന്നേരം പിന്നെ പെട്ടെന്ന് നമ്മുടെ ഈ അരപ്പാണെങ്കിൽ ഒത്തിരി ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് വേണ്ട, ആ ഒരു നല്ലതായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്ക് പൊടിയിട്ടാൽ മതി. ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത മണവും അതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ആ എന്നാ പറയുന്ന വഴറ്റുന്ന ഗ്രേവി കറക്റ്റായിരിക്കും. ഈ ചട്ടിയിലൊക്കെ നമ്മൾ വെളുത്തുള്ളി ഇട്ടേച്ച് മൂക്കുന്ന പരുവം എങ്ങനെയാണെന്ന് അറിയാമെന്നല്ലേ, സത്യം പറഞ്ഞുണ്ടല്ലോ ചട്ടിയുടെ അടിയിൽ പിടിക്കും. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ആ വെളുത്തുള്ളി മൂത്തു. അല്ലാതെ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ പാചകം ചെയ്യുന്നവർക്കൊന്ന് ഇതിനിപ്പോൾ വെളുത്തുള്ളി മൂത്ത എങ്ങനെയാണെന്ന് അറിയാം. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് പാചകം പഠിച്ച സമയത്തൊക്കെ എനിക്ക് ഉണ്ടായ സംശയമൊക്കെ ആട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ അടിയിൽ ഇങ്ങനെ കരിഞ്ഞല്ല, ആ മൊരിഞ്ഞിങ്ങനെ അടിയിൽ ഇങ്ങനെ ചട്ടിയെ പിടിച്ചു വരികയല്ലേ, ആ സമയത്താണ് എൻ്റെ ദൈവമേ എനിക്ക് കൺഫ്യൂഷനായി, ദൈവമേ ഇത് മൊരിഞ്ഞോ അതോ അടിയിൽ പിടിച്ചോ കരിഞ്ഞോ എന്നുള്ളൊരു ഒന്നും മനസ്സിലായില്ല. പിന്നെ എന്നാ ചെയ്തു, പക്ഷെ കരിഞ്ഞില്ല കേട്ടോ. അങ്ങനെ നല്ലതായിട്ട് അത് ചട്ടിയുടെ അടി പിടിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ മാന്തി എടുത്തേച്ച് നോക്കുമ്പോൾ മണത്തൊക്കെ നോക്കി, ഈശ്വര ദൈവമേ ഇത് അടി പിടിച്ചോ, ഇല്ല കേട്ടോ. അത് തന്നെയാ പരുവം. അങ്ങനെ പഠിച്ചതാ, അല്ലാതെ ഇപ്പം എനിക്ക് പറഞ്ഞു തരാൻ അങ്ങനെ ഒന്നും അറിയാൻ മേലായിരുന്നു. ഇനി ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ പൊടിയെല്ലാം ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു 1/4 സ്പൂണാണ്. പിന്നെ വേണ്ടിയത് മുളക് പൊടി. ഇതിനകത്ത് പച്ചമുളകില്ല, കുരുമുളകില്ല, ഒന്നുമില്ല. നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി മാത്രമാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് എന്നാന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടിയാണ്. അന്നേരം പിന്നെ ഒട്ടും എരിവ് കാണുകയില്ല, അതനുസരിച്ച് ചേർത്തോണം. ഞാനിപ്പോൾ ഏകദേശം 1 കിലോ മീൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ടീസ്പൂൺ കണക്കിന് ഒരു 3 ടീസ്പൂൺ ഇടാം. പിന്നെ ഈ പറഞ്ഞ കൂട്ടെ എരിവില്ലെങ്കിൽ നമുക്ക് വേറെ കുറച്ച് മൂപ്പിച്ച് അരച്ച് ചേർക്കാം.
ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ മൂപ്പിച്ച് വെച്ച് നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പച്ചയ്ക്ക് ചേർക്കരുത്, എപ്പോഴും ചേർക്കുമ്പോൾ ഇച്ചിരി ഒന്ന് മൂക്കാനായിട്ട് വിട്ടു കൊടുക്കണേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങയില്ലേ, തേങ്ങായും കൂടെ ഇതിപ്പോൾ അരമുറി തേങ്ങായ ഒത്തിരി വേണ്ട. നമ്മൾ അരമുറി ആന്നേ തന്നെയും നമ്മൾ ഇങ്ങനെ കൈപ്പിടി എടുക്കുകയല്ലേ, അതിനൊരു 1-1.5 പിടി, അങ്ങനെ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ പിടിയല്ല, നമ്മുടെ കൈക്ക് പിടിയുള്ള ഒരു പിടിയാണ്. എന്നുവെച്ച് ഈ തേങ്ങായും ഒന്ന് മൂക്കണം, അതാ പരുവം. ഒത്തിരി മൂക്കണ്ട, നമ്മൾ വറുത്തരച്ച തീയിൽ വെക്കുന്ന കൂട്ടൊന്നുമല്ല. ആ തേങ്ങായുടെയും കൂടെ ഒരു വാട്ടർ കണ്ടന്റ് ഇല്ലേ, അതൊന്ന് പോയേച്ചാൽ മതി. ശരിക്കും ഇതൊക്കെ വറുത്ത് വരുന്നതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ഒരു നല്ല മണമാണ്. അന്നേരം പിന്നെ നമ്മൾ എന്നാ ചെയ്യണം, ഇത്രയും നേരം പരീക്ഷയ്ക്ക് പഠിപ്പിച്ചതല്ലേ, അന്നേരം പിന്നെ ടീച്ചർ പറയാതെ തന്നെ കറിവേപ്പില ഇടണം. ഈ സമയത്തെ നമുക്ക് ഈ തേങ്ങ ഒന്ന് ഇച്ചിരി മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒത്തിരി അല്ല മൂപ്പിക്കുന്നത്, ആ വാട്ടർ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഹെൽത്ത് കോൺഷ്യസ് ആണ്, പക്ഷെ എന്നാന്നോ ഇച്ചിരി മൂത്ത് കിട്ടാൻ വേണ്ടിയാണ് എണ്ണ ചേർക്കുന്നത്. അതല്ല, നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് നല്ലതായിട്ട് എണ്ണ ഊറും. അതുകൊണ്ട് നോക്കിയേച്ച് ഇച്ചിരി പാടാൻ തോന്നിയാൽ മാത്രം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇച്ചിരി മൂപ്പിച്ചേച്ചാൽ മതി. ഇപ്പം നല്ലതായിട്ട് മൂത്തു. ഇനി ഞാനിതങ്ങോട്ട് ഓഫ് ചെയ്യാൻ പോവാം. ഇപ്പം ഞാൻ തീ നല്ലതായിട്ട് ഓഫ് ചെയ്തേ. പക്ഷെ നോക്കിയേ, ഇത് ഭയങ്കരമായിട്ട് ചൂടാണ്. തേങ്ങായും ഉള്ളിയും ടൊമാറ്റോ എല്ലാം വറുത്ത് വെച്ചേക്കുമല്ലേ, ആ പൊടിയെല്ലാം നല്ല മൂത്ത് കഴിഞ്ഞു. ഞാൻ വലിയ എൻ്റെ അടുക്കള വൃത്തിയായിട്ടൊന്നും ആക്കാതെ ഞാൻ ആ പറഞ്ഞ നമ്മുടെ അരപ്പ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ ഞാൻ അരച്ചെടുത്തത്. നല്ലൊരു ഓറഞ്ച് ഷെയ്ഡായിട്ട്, യെല്ലോ അല്ല ഓറഞ്ച് ഷെയ്ഡായിട്ട് അതിങ്ങനെ അരച്ച് കിട്ടും. നല്ലതായിട്ട് അരയണം. ആ എന്നാ പറയുന്നത്, നമ്മുടെ തേങ്ങയൊക്കെ ഉണ്ടല്ലോ നല്ലോണം അരയണം, ഒട്ടും ഒരു കോംപ്രമൈസും പാടില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യവും കൂടെ ചെയ്തു. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ പുക പൊക്കൊണ്ടിരിക്കുകയല്ലേ, ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. എണ്ണ ചൂടാവാൻ വെച്ചിട്ടേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് എണ്ണ ചൂടാവാതെ നമുക്ക് കടുകിടാൻ ഒക്കത്തില്ല. അങ്ങനെ ഞാൻ ഇടുവാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് ആ വഴക്ക് ഇനിയും കേൾപ്പിക്കുന്നില്ലല്ലോ. കുറേ നാളായിട്ട് എണ്ണ ചൂടാവാതെ കടുക് ഇട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ദേ കടുക് പൊട്ടി. ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ സവാളയില്ലേ, ആ സവാളയുടെ ബാക്കി പോർഷൻസ് ഇതിനകത്തോട്ട് ഇട്ടേച്ച് ഒന്ന് വഴറ്റണം. ഇതിനകത്തോട്ട് നമ്മൾ ബാക്കി വെച്ചേക്കുന്ന തക്കാളിയില്ലേ, അതും കൂടെ ചേർക്കാം. ഓ, ഇത്രയൊക്കെ ആയിട്ടും ഞാൻ മോശമല്ലേ അല്ലേ, ഇത് സൈഡിൽ വെക്കുവാണേ, വേറൊന്നും വിചാരിക്കല്ലേ. ഇച്ചിരി കറിവേപ്പില ഇടണം. ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വഴന്ന് കിട്ടണം. വഴന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറണം. തക്കാളി അങ്ങനെ കിടന്നാൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അല്ലാതെ അതിനെ ഒരു ഗ്രേവി ആക്കി ഒന്നും എടുക്കരുത്. കുറച്ച് ഉള്ളിയും ടൊമാറ്റോ ഒക്കെ നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് കിട്ടണം. അത് എങ്ങനെയാ മനസ്സിലാവുന്നതെന്നറിയോ, നമ്മൾ ഈ വഴറ്റുന്ന സമയത്ത് ഉണ്ടല്ലോ, നമ്മുടെ ആ ടൊമാറ്റോ ഇല്ലേ, ടൊമാറ്റോനെ ഇങ്ങനെ തട്ടി നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആയിരിക്കും. അതാ അതിൻ്റെ ഒരു കണക്ക്. വേണ്ട, ഞാനിപ്പോൾ തട്ടി നോക്കിയപ്പോഴത്തേക്ക് ടൊമാറ്റോ അയ്യോ അയ്യോ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒടിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇതിനകത്തോട് ചേർക്കും.
അരപ്പ് ചേർത്താലുള്ളൊരു അടുത്ത ഇതെന്നാന്ന് അറിയാവോ, നമുക്ക് ആ അരപ്പ് ചേർത്തേച്ച് എണ്ണ ഇച്ചിരി ഒന്ന് തെളിഞ്ഞു വരണം. അതാണ് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൻ്റെ ആ ഒരു വേവുന്ന രീതി. ഇതിനകത്തോട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡല്ലേ, അപ്പോൾ ഒരു പച്ചയും കൂടെ കിടക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിനകത്ത് പക്ഷേ എണ്ണ തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കൂട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് അത് വറ്റിച്ചേച്ച് എണ്ണ തെളിയിക്കാൻ ഒക്കത്തില്ല. ഇതല്ലാതെ തന്നെ നമുക്ക് തെളിയും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരയ്ക്കുന്ന അരപ്പ് അന്നേലും ഇച്ചിരി ഒരു വെള്ളം ഒഴിച്ചേച്ച് അരയ്ക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും കുറച്ച് ഒരു സമയം കൊടുത്താൽ അത് എണ്ണ തെളിഞ്ഞ് വന്നോളൂ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എന്നാ ചേർക്കേണ്ടതെന്നറിയോ, നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന പുളിയില്ലേ, അത് ഇച്ചിരി നല്ലതായിട്ടൊന്ന് ഞെരടിയേച്ച് അതിൻ്റെ പൾപ്പ് മാത്രം ഇതിനകത്തോട്ട് ഒഴിക്കുക. ഈ പുളി ബാക്കി കളയരുത്. കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ചേർക്കാനുള്ളതാ. പിന്നെ എൻ്റെ പ്രേക്ഷകരുണ്ടല്ലോ, സ്ഥിരം എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവരെനിക്ക് നല്ലതാണ് പറഞ്ഞു തരുന്നത്. പക്ഷേ എനിക്ക് ഇച്ചിരി ഈ ഇടയിൽ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയത് എന്നതാണെന്നറിയാവോ, ഞാൻ ഈ പറഞ്ഞ കൂട്ട് മീനൊക്കെ പെരുമാറുമ്പോഴത്തേക്ക് ഇറച്ചി ഇതൊക്കെ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ അരച്ച് പരട്ടുമ്പോഴൊക്കെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എന്നാണെന്നറിയാവോ, ആ ഗ്ലൗസ് ഒന്നും ഇട്ടാൽ എനിക്ക് കൈവാക്കൊക്കിയല്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ കൈ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഹൈജീനിക്ക് തന്നെയാണ്. പിന്നെ നമ്മുടെ അമ്മമാരൊന്നും നമ്മളെ ഗ്ലൗസ് ഇട്ടൊന്നും അല്ലല്ലോ പഠിപ്പിച്ചേക്കുന്ന മീൻ പെരട്ടാനൊക്കെ. അതുകൊണ്ട് ഒരു ഇച്ചിരി കൈവാക്ക് കുറവാണ്. പിന്നെ ഇത് എൻ്റെ അടുക്കളയല്ലേ, അന്നേരം പിന്നെ നമ്മുടെ വീട്ടിലുള്ളൊരു സ്വാതന്ത്ര്യം പിന്നെ നമുക്ക് ഓക്കുമോ വേറെ എവിടെയെങ്കിലും. ഇനി ഇതിനകത്തോട്ട് ഒരു കുറച്ച് ഉപ്പ്, നമ്മുടെ മീനിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്, ഒത്തിരി ഇടല്ലേ, കുറച്ച്. എരിവ് വേണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂട്ടിക്കോണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർത്ത സമയത്ത് 3 എന്നുള്ളത് 4 ആക്കിക്കോളും. ഇനി ഇതിനകത്തോട്ട് ഞാൻ മീനിടാൻ പോകും. ഇതിനകത്തോട്ട് മീൻ വേവാനുള്ള വെള്ളം, ചെട്ടിനാട് കുറച്ച് ബേസിക്കലി സ്പൈസി ആയിരുന്നു, കുറച്ചൊരു റെഡിഷ് കളറാണ് വരുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കൂട്ട് കുറച്ച് എരിവ് കുറയ്ക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് എൻ്റെതൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡേ വരത്തും. ഇനി ഇതിന് വേറെ പണിയൊന്നുമില്ല. എന്ത് പണിയാണ് ഇനി ഉള്ളത്? മീൻ വേവണ്ടേ. മീൻ വെന്താൽ മാത്രം പോരാ, ഈ സമയത്ത് നമ്മൾ വെന്തേച്ച് അതിന് ഉപ്പ് തിളച്ച് കഴിയുമ്പോൾ ഉപ്പും പുളിയും നോക്കിക്കോ, എരിവും നോക്കിക്കോ. ആ സമയത്ത് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ മൂപ്പിച്ച് ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി. അപ്പം നമുക്ക് എരിവ് അനുസരിച്ച് കിട്ടും. പിന്നെ ഇപ്പം എനിക്ക് വേണ്ടി എന്നാണെന്നറിയോ, എനിക്ക് മീനും തിളയ്ക്കണം. കുറച്ച് നേരം ആ ചട്ടിയിൽ ഇരുന്നൊന്ന് നമ്മൾ തീ ഓഫ് ചെയ്തേച്ച് അതൊന്ന് തിളക്കിയല്ലേ, അങ്ങനെ ഇരുന്നൊന്ന് തിളച്ച് ആ മീനയിലൊന്ന് പിടിക്കണം. നല്ലൊരു കറി ആവണ്ടേ. നമ്മുടെ ചെട്ടിനാട് മീൻകറി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് വേറെ ഡിഫറെൻറ്റ് എന്താ പറയുക പ്രസൻറ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കറിവേപ്പില തന്നെ ധാരാളമാണ്. കാര്യം എന്ന് വെച്ചാൽ കറിവേപ്പിലയോളം ഉള്ള ഗുണം നമുക്ക് വേറെ ഒന്നിനും കിട്ടത്തില്ല. പിന്നെ ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും രുചി. അവിടെയാ നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടൊക്കെ വിളമ്പാൻ പോകുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഏറ്റവും നല്ല ചട്ടീനെ കഴിക്കുന്നതാണ്. നമസ്തേ സർ. നമസ്തേ. നമസ്തേ. വരണം 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 വരണം. നമസ്കാരം. ഇപ്പം സാർ ഒറ്റയ്ക്കാ വന്നേ? ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഇല്ല, ചേച്ചിയും അവർ വീട്ടിലില്ല, ടൂറിലാണ്. മകളുടെ അവിടെ പോയിരിക്കുകയാണ്, കുഞ്ഞുമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഫാമിലി ആയിട്ട് എത്താൻ പറ്റാത്തതിൽ എനിക്ക്
എന്നോട് ക്ഷമിക്കണം. അങ്ങനെയൊന്നുമില്ല. പിന്നെ സാറിന് ഈ അടുക്കളയിൽ വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്നാലും ചേച്ചിയോട് എനിക്ക് ഇച്ചിരി ഒരു അറ്റാച്ച്മെന്റ് കൂടുതലായതുകൊണ്ട് ഒരു സ്വാർത്ഥതയുടെ പുറത്തും ഞാൻ ചോദിച്ചതാ. കാരണം ഞാൻ സാറിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ സാർ എന്നെ കാണാൻ തുടങ്ങിയത് ഇത്ര തൊട്ടേ സാർ എന്നെ കണ്ടു തുടങ്ങിയതാ. കാര്യം എന്താ വെച്ചാൽ അത് പ്രത്യേകിച്ച് ഞാൻ സാറിനെ എനിക്ക് സാറിനെ പരിചയം. പിന്നെ പ്രേക്ഷകരുടെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. ഒരു മുഖവരയുടെ ആവശ്യം പോലും ഇല്ല. കാര്യം എന്താ വെച്ചാൽ സാർ സ്പീക്കറായിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ നമ്മുടെ എല്ലാ ജനങ്ങളുടെയും ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് അവരുടെ ഒരു ഇഷ്ടം നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു ആളും കൂടെ. സന്തോഷം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് എത്ര വലിയ വാക്കുകൾ പറഞ്ഞാലും അവർ പറയും അതൊന്നുമല്ല വിജയകുമാർ സാറ് ഇതാ. അപ്പൊ ഓരോരുത്തരുടെ മനസ്സിലും സാറിനോടുള്ള ഇഷ്ടം പ്രത്യേകതയാണ്. ആനിയെ എനിക്ക് കുഞ്ഞുനാളിലെ അറിയാം. പിന്നെ ആനീസ് കിച്ചണിൽ വരാൻ കഴിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. നിങ്ങളുടെ കുടുംബത്തിൽ വന്നതുപോലെയാണ് എനിക്ക്. അയ്യോ അത് തന്നെയാണ് സന്തോഷം. കാരണം ഷാജി, കുഞ്ഞുങ്ങള് അവരൊക്കെ ആയിട്ടുള്ള കുടുംബ ബന്ധമാണ് എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. വളരെ വളരെ സന്തോഷം എത്താൻ സാധിച്ചു. എന്തായാലും സാർ ഇവിടെ വന്ന് ഒത്തിരി എനിക്ക് വിശേഷങ്ങൾ ചോദിക്കാൻ ഉണ്ട്. കാര്യം ഇപ്പൊ ഇലക്ഷൻ ഒക്കെ വരുന്നുണ്ട്. സാർ ബിസിയാണെന്നറിയാം. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ ഈ അടുക്കളയിൽ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിനൊക്കെ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഇവിടെ നിന്നാൽ എനിക്ക് ഒന്നും ചോദിക്കാൻ ഒക്കെയില്ല. പിന്നെ എൻ്റെ സ്പെഷ്യൽ മീൻകറി സാറിന് വിളമ്പി തരണം. അതൊക്കെ എനിക്കൊരു കിട്ടിയൊരു അവസരം. അത് ഞാൻ എന്തായാലും സന്തോഷത്തോടെ ഒരു മകളെ പോലെ അപ്പൊ ഞാൻ എന്തായാലും സന്തോഷത്തോടെ ആഹാരമൊക്കെ വിളമ്പി തരണം. കുശലങ്ങളൊക്കെ ചോദിക്കണം. എൻ്റെ പ്രേക്ഷകർക്കും അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. വരണം സാർ, നമുക്ക് അവിടെ ഇരുന്ന്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇത് ചെട്ടിനാട് ഫിഷ് കറിയാ. ഞാൻ ചെട്ടിനാട് ഫിഷ് കറി, അതാണ് സ്പെഷ്യൽ. എനിക്ക് ബേസിക്കലി അത് ഈ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രേക്ഷകരോട് തന്നെ പറയട്ടെ, കുഞ്ഞുനാൾ മുതലേ അറിയാവുന്നതുകൊണ്ട് നോൺ വെജില് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം മീൻ തന്നെയാ അല്ലേ? മീൻ കറിയാണ്. മീനെന്ന് പറയുന്നത് പലതരം ഉണ്ടല്ലോ അതിന്റെ പ്രിപ്പറേഷനിൽ. അതിൽ മീൻ കറിയാണ് എൻ്റെ ഫേവറേറ്റ്. അതെ, അതുകൊണ്ട് ഞാനിവിടെ അതുകൊണ്ടായിരുന്നു ചിക്കനും മറ്റോ ഒന്നും. അതെ, നോൺ വെജിൽ അതാണ്. വെജില് വേറെ, വെജാണ് എനിക്ക് അതിൽ വളരെ താല്പര്യമുണ്ട്. അതിൽ എനിക്ക് വളരെ ഇഷ്ടം വാസ്തവത്തിൽ തൈര് സാധമാണ്. അതെ, പലർക്കും അതായിരിക്കില്ല. എനിക്ക് തൈര് സാധം കിട്ടിയാൽ ഞാൻ വിടില്ല. ചില ഫങ്ഷനോ അല്ലെങ്കിൽ മറ്റതിന് ഒക്കെ പോകുമ്പോൾ പലതും കൊണ്ട് വയ്ക്കുമല്ലോ. അതിൽ തൈര് സാധം ഉണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ്. നല്ല സ്വാദാ സാർ. അതിനൊരു മെഴുക്കൂർട്ടിയും ചമ്മന്തി അച്ചാറും ഒക്കെ ആയിട്ട് വേറെ ഒന്നും വേണ്ട, സന്തോഷം, അത് മാത്രം മതിയാവും. അതെ, സത്യം. പിന്നെ ആഹാരത്തിലും ഞാൻ വളരെ ഭ്രമം കാണിക്കുന്ന ആളല്ല. ഞാനൊരു യോഗ ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആഹാരം കുറയ്ക്കുക, ക്വാണ്ടിറ്റി കുറയ്ക്കുക, പക്ഷേ ടൈം ഇങ്ങനെ കൊടുക്കും കൂടുതൽ. ഇപ്പോൾ 2 നേരം അല്ലെങ്കിൽ 3 നേരം എന്നുള്ളത് ചിലപ്പോൾ ഞാൻ 4 or 5 പ്രാവശ്യം കഴിക്കും. പക്ഷേ കുറവായിരിക്കും ക്വാണ്ടിറ്റി. അതാണ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ. ശരി. ആ ഒരു നിഷ്ഠയൊന്ന് പറഞ്ഞു തരുമോ സർ? ഒരു യോഗയുടെ ഭാഗമായിട്ടുള്ളതാണ് ഇതൊക്കെ. ഞാനിക്കൊരു 10, 30 അല്ലെങ്കിൽ 40 വർഷമായിട്ട് എൻ്റെ ബോഡി വെയ്റ്റ് സെയിം ആണ് എല്ലാവർക്കും. എൻ്റെ ഡോക്ടറുണ്ട്, ഫാമിലി ഡോക്ടർക്കൊക്കെ അതിശയമാണ്. 64 കിലോയാണ് 30 വർഷം മുമ്പ്. ഇപ്പോഴും 65 63 64 കിലോയാണ്. അതൊക്കെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം ഇതൊന്ന് പറഞ്ഞു തരണം. ഇതാണ് ഈ സ്റ്റഡി ആയിട്ടിരിക്കാൻ. മെലിയേണ്ട കാര്യം ഉണ്ടെങ്കിൽ മെലിയാം, കുഴപ്പമില്ല. അതെ, ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇതാണ്. ക്വാണ്ടിറ്റി കുറച്ച് അതിൻ്റെ ടൈമുണ്ടല്ലോ, 2 or 3 നേരം എന്നുള്ളത് ഒരു 4 or 5 നേരം ആക്കിയിട്ട് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. അതാണ് ഏറ്റവും ശരീരത്തിനും ഇതിനും ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ യോഗയുടെ ട്രീറ്റ്മെന്റ് അനുസരിച്ചാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. യോഗയിൽ ഇതും ഉണ്ട്, പലതും ഉണ്ട് യോഗയിൽ. അപ്പോൾ നമ്മൾ നിത്യം കഴിക്കുന്ന ആഹാരമാണോ അത് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ? നിത്യം കഴിക്കുന്നത് തന്നെ. ആഹാരത്തിലൊന്നും കുഴപ്പമില്ല. അത് വലിച്ചുവാരി കഴിക്കുന്ന ഒരു ശീലം ചിലർക്കുണ്ടല്ലോ. ചിലപ്പോൾ സമയത്ത് കഴിക്കാതെ ഏതെങ്കിലും സമയത്ത് കൂടുതലും കൺസ്യൂം ചെയ്യുക, അതൊന്നും പാടില്ല. ഓക്കെ, അതെ, എന്തെങ്കിലും കുറച്ച് ആയിട്ട് കഴിക്കുക. ഓക്കെ, അതാണ് ഹെൽത്തിന് ഏറ്റവും നല്ലത്. അതാണ് സാർ എപ്പോഴും എവർഗ്രീൻ ആയിട്ടിരിക്കുന്നത്. അത് ഞാനത് പണ്ടേ കീപ്പ് ചെയ്യുന്ന ആളാണ്. ചേച്ചിക്കും അങ്ങനെ തന്നെയാ? ചേച്ചിയും ഇല്ല, അവർക്ക് അത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടെ ഒരു രീതിയുണ്ട്. ജോലി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനനുസരിച്ചായിരുന്നു. ഇപ്പോൾ ജോലിക്കല്ല, റിട്ടയർ ചെയ്തു. സർക്കാർ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പം മകളുടെ കുഞ്ഞുണ്ട്,
അപ്പോൾ എല്ലാം കൂടെ പല പല ജോലികളാണ്. നേരം അപ്പം കിട്ടുകയില്ല. അവർക്ക് അതിനനുസരിച്ചിട്ട്. പക്ഷെ സാർ പൊളിറ്റിക്സിലാകുമ്പോൾ സാറിന് ഒട്ടും നേരം കിട്ടുകയല്ലോ. പക്ഷെ ഇങ്ങനെ ചിട്ടയായിട്ട് ആഹാര കാര്യങ്ങളും ഹെൽത്തും ഒക്കെ നോക്കാൻ നേരം അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് പൊളിറ്റിക്സിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്കൊരുപാട് സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. അതിലൊന്നാണ് ഇത്. വീടുമായിട്ടുള്ളതും അധികം ടൈം കിട്ടിയില്ല. വീട്ടിൽ നിന്നുള്ള ആഹാരം വളരെ കുറവായിട്ട് പലപ്പോഴും ചിലപ്പോൾ കിട്ടാൻ തന്നെ പറ്റില്ല. കാരണം അത്രയും പ്രോഗ്രാമായിരിക്കും, പുറത്ത് പ്രോഗ്രാമായിരിക്കും. എന്നാലും അത് എൻ്റെ സ്വകാര്യ ദുഃഖമാണ്. എന്നാലും ഞാനത് എവിടെയാണെങ്കിലും അതിനാണ് കൊടുക്കുന്നത്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഹോട്ടൽസിലൊക്കെ പോയിട്ട് ആഹാരം ഒഴിവാക്കും. നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീടുകളിലാക്കും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയെങ്കിലും നമുക്ക് വീട്ടിലെ ഭക്ഷണം, ആഹാരം എന്ന് പറയുന്നത് വളരെ സൂക്ഷിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. കാരണം നമ്മുടെ ഇപ്പോൾ വിശ്വസിച്ചൊന്നും കഴിക്കാൻ വയ്യ. എന്താ ചെയ്യുക? വീട്ടിലുള്ള ആഹാരമല്ലാതെ വീട്ടിലുള്ളത് വിശ്വസിക്കാൻ പറ്റുമോ? വെജിറ്റബിൾസ് പുറത്തുനിന്നാണ്. അപ്പം ഞങ്ങൾ ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും വിഷമാണ്, മായമാണ്. ആഹാരത്തിൽ മായം, ഇതിൽ വിഷമാണ്. വാസ്തവത്തിൽ നമ്മൾ മലയാളികൾ ആകെ ചിന്തിക്കേണ്ട ഒരു വിഷയം ആഹാരത്തിൻ്റെ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം നമ്മൾ ഗൗരവമായി കാണണം. ഇപ്പോൾ ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണെങ്കിലും ഇമാതിരി കാര്യങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഓണം സീസണിൽ ഞങ്ങൾ ഈ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് ഇതൊന്നും ഇല്ലാതെ, കീടനാശിനി ഇല്ലാത്ത വിഷരഹിത പച്ചക്കറി ഞങ്ങൾ കൃഷി ആരംഭിച്ചു. വലിയ സക്സസ്, നല്ല അപ്രീസിയേഷൻ ഉണ്ടായി. ഈ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു സ്വയം പര്യാപ്തത നമ്മുടെ ബുദ്ധിമുട്ടാണ് കേരളത്തിലിപ്പോൾ. കേരളത്തിൻ്റെ കൾച്ചർ തന്നെ മാറിപ്പോയി, അഗ്രികൾച്ചറൊക്കെ. പക്ഷേ വെജിറ്റബിൾസിൻ്റെ കാര്യത്തിൽ നമുക്ക് സെൽഫ് സഫിഷ്യൻ്റായിട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട് 1-2 വർഷം കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. അത് വേണമെന്നാണ് ഞങ്ങളൊക്കെ. സർ, നമ്മുടെ ഗവൺമെന്റ് വിചാരിച്ചാൽ നമുക്ക് കേരളത്തിൽ ഇഷ്ടംപോലെ തരിശു ഭൂമികളുണ്ട്. അത് നമ്മൾ ഈ കുടുംബശ്രീ ആൾക്കാരെ ഒക്കെ വെച്ചിട്ട് നമുക്ക് അവിടെയൊക്കെ കൃഷി ചെയ്യാൻ പാടില്ല. എക്സാക്ട്ലി അത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനുള്ള എഫേർട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. ഇപ്പോൾ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ എടുത്ത് പരിശോധിച്ചാൽ നല്ല റിസൾട്ടാണ്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സോഷ്യൽ അവയർനെസ് വന്നിട്ടുണ്ട്. വലിയ വലിയ ആളുകൾ, ഇപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ശ്രീനിവാസനാണ്, സിനിമ. പിന്നെ അദ്ദേഹമായിട്ട് എനിക്ക് വലിയ ലിങ്കുണ്ട്. അദ്ദേഹത്തിന് വലിയൊരു ഫാമല്ല, ഒരു ഗ്രൂപ്പുണ്ട്. 10,000 പേരുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അദ്ദേഹം നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പല പല ആളുകളും രംഗത്ത് വരുന്നുണ്ട്. നാട് എവിടെയാണ് സർ? എൻ്റെ ഡയറക്റ്റ് അമ്മയുടെയും എൻ്റെ പേരൻസ് നോക്കിയാൽ ഇപ്പോൾ നെടുമങ്ങാടാണ്. പക്ഷേ അവരുടെ അച്ഛനും അമ്മയും വർക്കലയാണ്. ഞങ്ങൾ വർക്കലയിൽ നിന്ന് ആണ് അമ്മയുടെ അമ്മയും ഒക്കെ ആയിട്ട് നെടുമങ്ങാടേക്ക്. വെച്ചാൽ അമ്മയുടെ അച്ഛന് ജോലി ഉണ്ട്. ഈ ഇന്നത്തെ വില്ലേജ് ഓഫീസർ എന്ന് പറയും, പഴയ അധികാരി എന്നാണ്. വെച്ചാൽ 60-70 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. അങ്ങനെ ജോലിക്ക് വേണ്ടി നെടുമങ്ങാട് വന്നു. ഈ ജോലിക്ക് വേണ്ടി അവിടെ സെറ്റിൽ ചെയ്തു. പിന്നെ നെടുമങ്ങാടായി. ഞാനൊരു ജനിച്ച ഒരു 10ാം ക്ലാസ് വരെ നെടുമങ്ങാടായിരുന്നു. ഒരു 60കളിൽ അല്ലെങ്കിൽ 70കളിൽ ഞാൻ ട്രിവാൻഡ്രത്തേക്ക്, ആദ്യം പേരൂർക്കടയിലായിരുന്നു താമസം, കൃഷ്ണൻകോവിലിൻ്റെ അവിടെയായിരുന്നു. പിന്നെ കുറവൻകുളം ആ ഭാഗത്ത്, അന്നൊക്കെ വാടകയ്ക്കുള്ള വീട്ടിലായിരുന്നു. പിന്നെ ആയുർവേദ കോളേജിൻ്റെ അവിടെയായിരുന്നു. പിന്നീട് നമ്മുടെ കുടുംബം, വൈഫിൻ്റെ കുടുംബം ആയുർവേദ കോളേജ് കുന്നുകുഴിയാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വൈഫിൻ്റെ അമ്മയുടെ കുടുംബ വീടാണ് നമ്മുടെ വീട്, അവിടെയാണ്. അവിടെയും ഒരു ഷെയർ ഉണ്ട്. പിന്നെ വേറൊരു സ്ഥലം ആയിരുന്നു ആയുർവേദ കോളേജ്, അവിടെ ഞങ്ങൾ താമസിച്ചു. ഞാൻ പിന്നെ നിയമസഭാ സ്പീക്കറൊക്കെ ആകുന്ന സമയത്ത് അവിടെ വിട്ടു. അവിടെ വീടുണ്ട്. പിന്നെ ഇപ്പോൾ താമസിക്കുന്നത് പാറ്റൂരിലൊരു ഹൗസിംഗ് കോളനി ഉണ്ട്. ഫ്ലാറ്റുകളാണ് കൂടുതൽ. ഞങ്ങളൊരു ചെറിയ വീടാണ്. അവിടെയാണ് ഇപ്പോൾ താമസമായിട്ടുണ്ട്. ഒരു 10-20 വർഷമായിട്ട് അവിടെ. സർ, ഇപ്പം സാറിൻ്റെ കോൺഗ്രസ് പശ്ചാത്തലത്തിലുള്ള ഒരു കുടുംബ ബാക്ക്ഗ്രൗണ്ടാണ് സാറിന്. അപ്പോൾ സാർ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റിലേക്ക് മാറിയത് എന്തുകൊണ്ടാണ്? അതെന്ന് വെച്ചാൽ നമ്മുടെ പാരമ്പര്യമായിട്ട് കോൺഗ്രസ് ആണ്. എനിക്കാണെങ്കിൽ അച്ഛൻ കുഞ്ഞിലെ മരിച്ചുപോയി. അച്ഛൻ്റെ ജ്യേഷ്ഠനുണ്ട്, അദ്ദേഹമാണ് കാരണം. അവരൊക്കെ അതാണ് ട്രഡീഷണലായിട്ട് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യമുള്ളവരാണ്. പുതിയ ജനറേഷൻ അതിൽ പെടുന്ന ആളാണ് ഞാൻ. എൻ്റെ ബ്രദേഴ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ പ്രോഗ്രസീവായിട്ട് ചിന്തിച്ചു തുടങ്ങി. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് വെച്ചാൽ 60-70കളിലൊക്കെയാണ് ഈ
എന്താ പറയുക, ഇതിലൊക്കെ പല കാര്യങ്ങളിലും നമുക്ക് പെട്ടെന്ന് പ്രതികരിക്കേണ്ടതായിട്ട് വരും. അന്നൊക്കെ ഈ വിദ്യാഭ്യാസത്തിൽ തന്നെ ഒരുപാട് മോശത്തരങ്ങൾ, അഴിമതി, കോഴ, ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ വന്നുണ്ടായിരുന്നു. അതിനെതിരെയുള്ള റിയാക്ഷൻസും. അങ്ങനെ സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിലേക്ക് ഞാൻ വന്നു. ആക്ച്വലി അതാണ് 70-ൽ SFI രൂപീകരിച്ചല്ലോ. അത് ട്രിവാൻഡ്രത്ത് വെച്ചൊരു വലിയ ഇവൻ്റായിരുന്നു. അതിൽ ഞാൻ അസോസിയേറ്റ് ചെയ്തു. പിന്നെ അതിലേക്ക് വന്നു, അതിൻ്റെ ആക്റ്റീവായി, അതിൻ്റെ ലീഡർഷിപ്പിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഇന്ത്യയിൽ എന്നുവെച്ചാൽ എമർജൻസി വരുന്നത്. ഞാൻ ലോ കോളേജിൽ പഠിക്കുക, ഞാൻ സ്റ്റുഡൻറ്റ് ലീഡറും കൂടെ ആയിരുന്നു അന്ന്. എമർജൻസി പ്രഖ്യാപിച്ച ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. 1975 ജൂൺ 25 അന്ന് രാത്രിയാണ്. ജൂൺ 26 26-ാം തീയതി രാവിലെ എന്നെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയി. അതാണ് എൻ്റെ അത് എമർജൻസിയാണ് ഒരു ടേണിംഗ് പോയിൻ്റ്. അന്ന് പിടിച്ചുകൊണ്ട് പോയി. അന്ന് അവർ എന്നോട് പറഞ്ഞു, അന്ന് എന്താണ് എമർജൻസി എന്നറിയില്ല, മിസ് എന്താണെന്നറിയില്ല, DIR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലീസുകാർ പറയുന്നതേ അറിയാവൂ. ഇതെന്തോ വലിയൊരു സംഭവം നടക്കുന്നു രാജ്യത്ത്. അവർ പറഞ്ഞു ഒരു ദിവസം എന്നെ കസ്റ്റഡിയിൽ വെച്ചിട്ട് കണ്ടോൺമെൻറ്റ് പോലീസിൽ പൂക്കോളം പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്? പറഞ്ഞു, വിദ്യാർത്ഥികൾ ഇതിനെതിരെ രംഗത്ത് വരും എന്നാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ഓൾ ഓവർ ഇന്ത്യ, ഇവിടെ മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല. അപ്പോൾ ഏതായാലും ഇവിടെ ഒന്നും ഉണ്ടായില്ല, എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ വീണ്ടും പിടിക്കും. അങ്ങനെ ഒരു തവണയായി, 2 തവണയായി. 3-ാമത്തെ തവണ ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥികളൊരു പഠന ക്യാമ്പുണ്ടായിരുന്നു നെയ്യാർ ഡാമിൽ. അന്ന് രാത്രി പിടിച്ചുകൊണ്ട് പോയത് മാത്രമല്ല, അന്ന് ജയറാം പടിക്കൽ എന്നൊക്കെ പറഞ്ഞ് മരിച്ചുപോയി. ക്രൈം ബ്രാഞ്ച്, അവർ പേടിയാണ് എല്ലാവർക്കും. ഈ രാജൻ എന്ന് പറഞ്ഞ് കക്കയം ക്യാമ്പിൽ വെച്ച് മരിച്ച ഒരു കുട്ടി, എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി. ആ സമയം ഞങ്ങളെ റൗണ്ടപ്പ് ചെയ്ത് പിടിച്ച് അവരെ കൊണ്ടുപോയി ഒരു ക്യാമ്പിൽ കൊണ്ടുപോയി. കക്കയം ക്യാമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ, ഈ ശാസ്തമംഗലത്ത്. ട്രിവാൻഡ്രത്തെ ഒരു കക്കയം ക്യാമ്പുണ്ട്. അന്ന് അവിടെയായിരുന്നു, കോഴിക്കോടല്ല, ട്രിവാൻഡ്രത്ത്. അവിടെ ഇട്ടിരുന്നു. എനിക്ക് ഒരുപാട് ഹരാസ്മെൻറ്റ്, പോലീസിൻ്റെ ഇടിയൊക്കെ കൊണ്ട് ജയിലിലായി. അപ്പോൾ ഞാൻ ലോ കോളേജിൽ പഠിക്കുന്നപ്പോൾ ഇനിയിപ്പോൾ പഠിക്കാൻ സാധിക്കില്ല, എല്ലാം പോയി എന്നാണ് കരുതിയത്. പക്ഷേ ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ പരീക്ഷ എഴുതി, പാസ്സായി ലോ കോളേജിൽ. ജയിലിൽ കിടന്നിട്ട് തന്നെ ഞാൻ അന്ന് കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് മത്സരിച്ചു. അങ്ങനെ ആദ്യമായി മത്സരിച്ച് ജയിച്ചൊരാളും ഞാനാണ്. സെനറ്റ് മെമ്പറായി, സ്റ്റുഡൻറ്റ് സെനറ്റ് മെമ്പറായി. അങ്ങനെയുള്ളൊരു ഇലക്ഷനിലേക്ക് ഞാൻ ഇങ്ങനെ കടന്നു വരുന്നത് അങ്ങനെയാണ്. അങ്ങനെ എമർജൻസി ഒരു ടേണിംഗ് പോയിൻ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചു, എനിക്ക് 1-2 ജോലികളൊക്കെ കിട്ടി, പോയില്ല, പോകണ്ടെന്ന് എനിക്ക് വിചാരിച്ചു. സർക്കാർ ജോലി കിട്ടി, പോയില്ല. പിന്നെ ഞാൻ എൻ്റെ പ്രൊഫഷനാണെങ്കിലോ ലോ ആണ്, അത് എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ പലരും പറഞ്ഞു ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ ടെസ്റ്റ് എഴുതി പോവാം, ഒന്നും വേണ്ട. അതൊരു ഷീൽഡായിട്ടിരിക്കട്ടെ, LLB ലോ അഡ്വക്കേറ്റ് എന്ന് പറയാം. പക്ഷേ പൊതുരംഗത്ത് എന്തെങ്കിലും നാടിന് വേണ്ടി ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി. അങ്ങനെ എമർജൻസിക്ക് എതിരായിട്ട് നിന്നു, എമർജൻസി ലിഫ്റ്റ് ചെയ്തു. അതൊരു ട്രെയിനിങ്. പിന്നെ ഞാൻ യൂത്തിലേക്ക് വന്നു. DYFI എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ട് അതിൽ പ്രവർത്തിച്ച്, ഇവിടെ മാത്രമല്ല സ്റ്റേറ്റ് ലെവലിൽ ഞാനതിൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായി. ഞാൻ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായെന്ന് വെച്ചാൽ ഡൽഹിയിൽ ഷിഫ്റ്റ് ചെയ്തു. അപ്പം LLB ലോ ഇത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഡൽഹിയിൽ കൂടി ഇരിക്കുമ്പോഴാണ് 1987 കേരളത്തിൽ ഒരു ഇലക്ഷൻ വരുന്നു. എന്നെ ട്രിവാൻഡ്രം നോർത്തിൽ കാൻഡിഡേറ്റായിട്ട്, ഞാൻ അറിയില്ല, ഞാൻ അവിടെയാണ്, എന്നെ അറിയിച്ചു. ഞാനിവിടെ അവിടെ നിന്ന് അങ്ങനെയാണ് 87 മുതൽ ഈ പാർലമെൻ്ററി ഡെമോക്രസി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നിയമസഭയിൽ വന്നു. നിയമസഭാ സാമാജികനായി ഒരു 10-25 വർഷം ഞാൻ ട്രിവാൻഡ്രം നോർത്തിലായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിലെല്ലാം ഈ പൊളിറ്റിക്സിൽ വന്നതൊക്കെ എല്ലാം പ്രതീക്ഷിക്കാതെ, ഒന്നും ഞാനൊന്നും കണ്ടിട്ടോ ഒന്നും കരുതിയിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടുമില്ല. പ്രതീക്ഷിക്കാതെ ഇലക്ഷനിൽ വന്നത് അങ്ങനെയാണ്. സ്പീക്കറായിട്ട് ഞാനന്ന് ചെറുപ്പമാണ്, 96-ലാണ്. എല്ലാവർക്കും അതിശയമായിരുന്നു ഇത് കുഴപ്പം. അന്ന് ഞാൻ സ്പീക്കറായിരിക്കുമ്പോൾ വലിയ മഹാരഥന്മാരാണ് നിയമസഭയിൽ. അന്ന് മുഖ്യമന്ത്രി നായനാർ, അന്നത്തെ പ്രതിപക്ഷ നേതാവ് AK ആൻ്റണി, പിന്നെ ഇന്നത്തെ ഗൗരിയമ്മ, അതേപോലെ ബേബി ജോൺ സാറ്, എല്ലാ മഹാരഥന്മാരും ഉണ്ട്. അവരുടെ ഇടയിൽ ഞാനൊരു ഇരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത ആളുകളൊക്കെ പറഞ്ഞു, സുഹൃത്തുക്കൾ പറഞ്ഞു, ഇത് തൻ്റെ കാര്യം പോക്കാം.
എന്നാ നല്ല ഉപദേശം തന്നെ നോക്കി തൻ്റെ കാര്യം പോക്കാം. കാരണം ഈ ആർക്കും വഴങ്ങാത്ത ഒരു രാഷ്ട്രീയ നേതാവ് ആരാ? നായനാർ. ആരെക്കുറിച്ചും എന്തും പറയും. അത് വേറെ മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ. ഇപ്പൊ സർ സ്പീക്കർ ആയിട്ടിരുന്നു, അപ്പം അത്രയും റെസ്പെക്റ്റും ഒത്തിരി കിട്ടുന്ന ഒരു ചെയർ ആണോ അത്? പക്ഷെ ഇപ്പൊ നമ്മൾ ടി വിയിലൊക്കെ ഒത്തിരി പ്രകടനങ്ങളൊക്കെ അതിനകത്ത് കണ്ട്, ഇപ്പൊ ഷെയ്ഡിന്റെ ഒക്കെ സിനിമ കാണുന്ന കൂട്ട ഒരു സ്പീക്കറിന്റെ കസാരയൊക്കെ എടുത്ത് എറിയുക, അത്ര ഒരു വാല്യൂവേ നമ്മൾ അതിന് കൊടുക്കുന്നുള്ളൂ. അതെന്നാ സർ അങ്ങനെ? എല്ലാത്തിനും ഒരു ഡീജനറേഷൻ ഉണ്ട്, പോളിറ്റിക്സിലുണ്ട്, എല്ലാത്തിലും ഉണ്ടെന്ന് പറഞ്ഞാൽ പോളിറ്റിക്സിലുണ്ട്. ഈ പാർലമെൻ്ററി സംവിധാനത്തിലും വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ മാറ്റങ്ങൾ. അത് നല്ലതല്ല. ഇതാണ് പാർലമെൻ്ററി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റേണ്ടതാണ്. അപ്പോൾ എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരണം. അപ്പം നമ്മൾ അതിൽ തലപ്പത്ത് അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ ഒരു മോഡലാകണം. ഇപ്പൊ സ്പീക്കറായിട്ട് ഇരുന്ന സമയത്താണ് നയനാർ സാർ മുഖ്യമന്ത്രി ആയിരുന്നെന്ന് പറഞ്ഞ് അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അല്ല എന്നതേലും ഒരു കാര്യം പറയണമെന്നൊക്കെ ഭയങ്കര ഫലിതത്തോടു കൂടി, പക്ഷെ എന്നാ കാര്യം പറയുകയും ചെയ്യും. അദ്ദേഹമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസസ് ഒന്ന് പറയാവോ? നിയമസഭയിൽ അതിൻ്റെ അധ്യക്ഷൻ, അതിൻ്റെ അവസാന വാക്കെന്ന് പറയുന്ന സ്പീക്കറാണ്. അതിനപ്പുറം വേറെ ആരുമില്ല. മുഖ്യമന്ത്രിയില്ല, മന്ത്രിമാരില്ല, പ്രതിപക്ഷ നേതാവില്ല, ആരുമില്ല. ആ ഒരു ഇതാണ് നമുക്ക് നിയമസഭയിൽ വരേണ്ടത്. അതിനെത്ര കണ്ട് ഇദ്ദേഹം പ്രാക്ടിക്കലാണെന്നുള്ളതാണല്ലോ വിഷയം. അപ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ ഇതൊക്കെ ആണെങ്കിൽ പോലും ഒരു നിഷ്കളങ്കനാണ്. ഒന്നും ഉദ്ദേശിച്ചോ മനസ്സിൽ വെച്ചിട്ടോ പറയുന്ന ആളല്ല എപ്പോഴും. ഇപ്പം ഞാൻ അദ്ദേഹം അങ്ങോട്ട് പോയി പ്രോട്ടോക്കോൾ അനുസരിച്ച് സ്പീക്കർ അങ്ങോട്ട് പോയി കാണാൻ പാടില്ല, എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോൾ ഞാനിങ്ങനെ അദ്ദേഹം ഈ സ്ഥിരമായിട്ടിരിക്കുന്ന കസേരയിലൊന്ന് നോക്കി. അപ്പോൾ എന്നോട് ചോദിക്കുക, നീ കസേര നോക്കി വന്നതാണോ? ആരും തിരിച്ചു പോകും. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ, നീ എൻ്റെ കസേര നോക്കി വന്നതാണോ? നടക്കില്ല ഇവിടെ, വിട്ടുതരല്ല. ഇങ്ങനെയുള്ള തമാശകൾ ഉൾപ്പെടെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം തമാശയാണ്. പക്ഷെ അതിലെല്ലാം കാര്യങ്ങളുണ്ടാവും. നല്ല അനുഭവമാണ് അദ്ദേഹമായിട്ട് 5 വർഷം എല്ലാവർക്കും അതിശയമാണ്. അദ്ദേഹത്തിൻ്റെ ഫുൾ സപ്പോർട്ട് എനിക്ക് നേടാൻ സാധിച്ചു. നമ്മുടെ ഭരണഘടന അനുസരിച്ച് നിയമസഭയിൽ പരമാധികാരി എന്ന് പറയുന്നത് സ്പീക്കറാണ്. അത് ചോദ്യം ചെയ്യാൻ എക്സിക്യൂട്ടീവിന് അധികാരമില്ല, അത് ചോദ്യം ചെയ്യാൻ ജുഡീഷ്യറിക്ക് അവകാശമില്ല. അവർക്കൊന്നും ഇടപെടാൻ പാടില്ല. അതാണ്. പക്ഷേ ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും അധികാരങ്ങളുണ്ടെങ്കിലും ഒരു സ്പീക്കറുടെ വിജയം എന്ന് പറയുന്നത് ഒരു അധികാരവും ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് വിജയം. അധികാരം ഉപയോഗിച്ചിട്ടുള്ള വിജയമല്ല. അതെ, അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ കേട്ടു. പക്ഷെ ഇനി ഞാൻ എന്റെ മീൻകറി കൊടുക്കാറുണ്ട് മോശമായിട്ടോ, സാറിന് കൊടുക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ സാർ പൊളിറ്റിക്സിലേക്ക് വന്നപ്പോഴേ ശരിക്കും സാറിന്റെ ഒരു കുഞ്ഞു പ്രായത്തിലല്ലേ സാർ ഇപ്പം പൊളിറ്റിക്സിലേക്ക് വന്നത്? അപ്പൊ സാർ ഒരു അഡ്വൈസ് ആയിട്ടോ അല്ലെങ്കിൽ റോൾ മോഡലായിട്ട് കണ്ടിരിക്കുന്ന ആരെയാ? EMS നെയാണ്. ഞാൻ സ്റ്റുഡൻറ്റ് പോളിറ്റിക്സിൽ വരുമ്പോഴും ഒരു ഗുരുനാഥനെ പോലെ കണ്ടിരുന്ന അദ്ദേഹത്തെയാണ്. അദ്ദേഹം തന്നെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളിലും വലിയ പ്രധാനപ്പെട്ട EMS. എൻ്റെ വിവാഹത്തിന് ഈ മാല കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, EMS ആണ്. അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് ഇത് തന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ ആർക്കും കൊടുക്കില്ല. അത് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിശയമായിപ്പോയി. എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇത് രക്ഷകർത്താക്കൾ ചെയ്യണം, ഞാൻ കൂടെ നിൽക്കാം, വിവാഹത്തിനൊക്കെ ഏതിനും പങ്കെടുക്കാം. പക്ഷേ മാല കൊടുക്കുന്നതിൻ്റെ അത് ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്. അത് രക്ഷകർത്താക്കൾ, അച്ഛനും അമ്മയുണ്ടല്ലോ, അവർ ചെയ്യണം. സർ ഇപ്പം മന്ത്രിയായിരുന്നപ്പം സാറിന് ഒരുപാട് കാര്യങ്ങൾ സർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം അത് കഴിഞ്ഞു വന്ന ആൾക്കാരൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോയോ? അത് ഇല്ല, ചില ഓർഡറുകളൊക്കെ സർ അതാണ് നമ്മുടെ നാടിൽ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. കേരളം എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കേണ്ടതല്ലേ? പക്ഷെ അല്ല, തുടക്കം എല്ലാം കേരളമായിരിക്കും. പക്ഷേ അത് ആ രൂപത്തിൽ മുന്നോട്ട് പോയിട്ടില്ല. ഈ ഇലക്ട്രോൺസ് ൻ്റെ മാറ്റമാണ് വലിയ ഈ 10-25 വർഷം അല്ലെങ്കിൽ 10-30 വർഷത്തിനുള്ളിൽ വന്ന ഏറ്റവും വലിയ മാറ്റം. അതിന് തുടക്കം കുറിച്ചത് ഇന്ത്യയിൽ തന്നെ കേരളമാണ്.
ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തന്നെ ഇവിടെ ഉണ്ടായി. ഇതിന് ശേഷമാണ് ചെന്നൈയിലുണ്ടായത്, ഇതിന് ശേഷമാണ് ഹൈദരാബാദിലുണ്ടായത്, ഇതിന് ശേഷമാണ് UP അപ്ട്രോൺ ഒക്കെ ഉണ്ടായത്. ഇതിൽ നിന്ന് കോപ്പി ചെയ്തിട്ടാണ്. പക്ഷേ ആ കെൽട്രോണിൻ്റെ അവസ്ഥ എന്താ? ഇപ്പോൾ IT ആണല്ലോ ആധുനികമായിട്ടുള്ളൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് IT ആണ്. IT-യുടെ കാര്യം ഞാൻ പറയേണ്ടതായിട്ടില്ല. ആ IT-യിൽ ആദ്യത്തെ ചുവട് വെച്ചത് ഇന്ത്യയിൽ തന്നെ ഈ കേരളമാണ്. ഒരു IT പാർക്ക്, ഇപ്പോൾ ടെക്നോ പാർക്ക് എന്ന് പറയുന്നില്ലേ, IT പാർക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് ഇവിടെയാണ്. വലിയൊരു വിപ്ലവം തന്നെയാണ് ഇന്ത്യയിൽ തന്നെ. പക്ഷേ ആ IT-യുടെ ടെക്നോ പാർക്കിൻ്റെ അവസ്ഥ എന്താ? അതിനുശേഷമാണ് ചെന്നൈയിൽ, അതിനുശേഷമാണ് ബാംഗ്ലൂർ, അതിനുശേഷമാണ് മുംബൈ, അല്ലെങ്കിൽ ആൾ ഓവർ ഇന്ത്യ വേൾഡ്. അവരൊക്കെ വളരെ മുമ്പിൽ പോയി. അവിടെ എല്ലാം നല്ലതായിട്ട് ഡെവലപ്പ് ആവുകയും നമ്മൾ മാത്രം ഇവിടെ തുടങ്ങിയ സ്ഥലത്ത് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു 50 വർഷം പിന്നിലായാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ്, അത് പറയാതിരിക്കാനാവില്ല. അതിന് ഒരു മാറ്റമുണ്ടായാലേ കേരളത്തിൽ ഈ മാറ്റം ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ സത്യം കേട്ടോണ്ടിരിക്കുവായിരുന്നു ഞാൻ. അതിൻ്റെ ഇടയിൽ സാറിനോട് കഴിക്കാൻ പോലും പറഞ്ഞില്ല. സാർ കഴിക്കണം. അതെ, കഴിക്കുന്ന കാര്യത്തിൽ കുറച്ച് സാർ കഴിച്ചാലേ എൻ്റെ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുള്ളൂ എൻ്റെ മീൻകറി നല്ലതാണോ അല്ലേന്ന്. മീൻകറി ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഇന്നത്തെ മീൻകറി തകർപ്പൻ ആണോ? അപ്പൊ എൻ്റെ പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് നോക്കാട്ടോ. അപ്പൊ സ്പീക്കർ സാർ ധൈര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മീൻകറി വെച്ചോളാൻ. അപ്പൊ ധൈര്യമായിട്ട് എല്ലാരും വീട്ടിലെ മീൻകറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഒന്നും പേടിക്കാനില്ല. ഒരു പുതിയ ഐറ്റം വേണം, ചെട്ടിനാട് മീൻകറി.